എല്ലാവർക്കും എഡ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മുഗൾ പീരീഡാണ്. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മുഗൾ പീരീഡ്. ഇൻ ദ മിഡീവൽ പീരീഡ്, ദോ ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് റോസ് ഇൻ പവർ, മുഗൾ ടുക്ക് എ കമാൻഡിങ് റോൾ ഇൻ ഇന്ത്യൻ മിഡീവൽ ഹിസ്റ്ററി. നമ്മൾ ഇന്ത്യൻ മിഡീവൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നത് മുഗൾസ് ആയിരുന്നു. ആൻഡ് ദർ അഡ്മിനിസ്ട്രേഷൻ അസ്യൂംസ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ദ എംപറർ വാസ് സുപ്രീം അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ സുപ്രീം അതോറിറ്റി ആരാണ്? എംപറർ ആണ്. ദാറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ഗവൺമെൻറ്. അദ്ദേഹമാണ് ഗവൺമെൻറ്റിൻ്റെ ഹെഡ്. അതോടൊപ്പം തന്നെ എന്താണ്? ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഫോഴ്സസ്, ദ ലോ മേക്കർ ആൻഡ് ലോ എൻഫോഴ്സർ. ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്. അപ്പം എഫക്റ്റീവായിട്ടുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് എംപയറിനെ പല പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. ഡ്യൂറിങ് ദ ടൈം ഓഫ് അക്ബർ എ സ്ട്രോങ് ബേസ് ഫോർ ദ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ഫോംഡ്. അപ്പോൾ അക്ബറിൻ്റെ കാലത്താണ് നല്ല രീതിയിലുള്ള ഒരു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുന്നത്. ദ ഹോൾ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു സുബാസ്. അപ്പം മൊത്തം കിങ്ഡത്തെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? പ്രൊവിൻസസ് ആയിട്ട്, സുബാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദ ടെറിട്ടറീസ് ഓഫ് ദ പ്രൊവിൻഷ്യൽ യൂണിറ്റി വെർ ഫിക്സഡ്. അപ്പം പ്രൊവിൻഷ്യൽ യൂണിറ്റിന്റെ ടെറിട്ടറീസ് എന്തായിരുന്നു? ഫിക്സഡ് ആയിരുന്നു. ആൻഡ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ്, സബ്ജക്റ്റഡ് വിത്ത് മൈനർ ചേഞ്ചസ് ടു സ്യൂട്ട് ദ ലോക്കൽ സർക്കംസ്റ്റാൻസസ്. അപ്പൊ എന്താണ്? ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് മോഡലായിരുന്നു അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, ചില ലോക്കൽ സർക്കംസ്റ്റാൻസസ് കൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചില പ്രൊവിൻസസിൽ ഉണ്ടായിരുന്നു. ദ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ് വാസ് മോർ എഫക്റ്റീവ് വിത്ത് എ ടീം ഓഫ് ഒഫീഷ്യൽസ് റെപ്രസെന്റിങ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റേറ്റ് ആക്ടിവിറ്റി. അപ്പൊ എന്താണ്, പ്രൊവിൻസസിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? ടീം ഓഫ് ഒഫീഷ്യൽസിന്റെ കയ്യിലായിരുന്നു. അവർക്ക് എന്താണ്, പല ആക്ടിവിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ് വാസ് മോർ എഫക്റ്റീവ് വിത്ത് എ ടീം ഓഫ് ഒഫീഷ്യൽസ് റെപ്രസെന്റിങ് ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദ സ്റ്റേറ്റ് ആക്ടിവിറ്റി. However, the number of provinces differed under different മുഗൾ റൂളേഴ്സ്. അപ്പം നമുക്കറിയാം, പല മുഗൾ റൂളേഴ്സിൻ്റെയും കീഴിൽ എത്രയാണ്, പല പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. ചിലരുടെ ഇപ്പം അക്ബറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അക്ബറിന്റെ കീഴിൽ 15 പ്രൊവിൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജഹാംഗീർ ഔറംഗസീബിന്റെയും എന്താണ് ഭരണ സമയത്ത്, ജഹാംഗീറിന്റെ സമയത്ത് 18ഉം ഔറംഗസീബിന്റെ സമയത്ത് 23 പ്രൊവിൻസസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈച്ച് പ്രൊവിൻസസ് വാസ് അണ്ടർ എ ഗവർണർ. അപ്പോൾ ഓരോ പ്രൊവിൻസസിന്റെയും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണർ ആണ്. ഗവർണറിനെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? നസീം എന്ന് വിളിച്ചിട്ടുണ്ട്. നായിബ്, സുബേദാർ ഓർവാലി. അപ്പൊ എന്താണ്, ഈ പേരുകളിലൊക്കെ ഗവർണർ അറിയപ്പെട്ടു. ദി ഗവർണർ വാസ് എ സോർട്ട് ഓഫ് മിനി കിങ് വിത്തിൻ ഹിസ് ഓൺ പ്രൊവിൻസ്. ആ പ്രൊവിൻസിലെ ഒരു ചെറിയ രാജാവാണ് എന്തെന്ന് പറയുന്നത്, ഗവർണർ എന്ന് പറയുന്നത്. ഹു വാസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, കൺട്രോൾ ഓഫ് ദ ലോക്കൽ ആർമി, റിയലൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഡ്യൂസ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് എംപററിന്റെ കേസ് പറഞ്ഞപ്പോൾ എന്താണ്, എംപററിന്റെ അതേ ഡ്യൂട്ടീസ് തന്നെയാണ് ഈ പ്രൊവിൻസസിൽ ഗവർണറിനും ഉണ്ടായിരുന്നത്. യൂഷ്വലി മെമ്പർ ഓഫ് റോയൽ ബ്ലഡ് ഓർ കോൺഫിഡന്റ് നോബിൾസ് വെർ അപ്പോയിന്റഡ് ടു ദിസ് ഓഫീസ്. അപ്പൊ ഗവർണറായിട്ട് പദവി ഏറ്റത് റോയൽ ബ്ലഡിൽ അല്ല, റോയൽ ഫാമിലീസിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ കോൺഫിഡന്റ് നോബിൾസ് ഒക്കെയാണ് അലങ്കരിച്ചത്, ഓഫീസ് അലങ്കരിച്ചത്. ദി ഗവർണർ റിസീവ്ഡ് അതോറിറ്റി ഫ്രം ദ സുൽത്താൻ. അപ്പം ഗവർണർ ആ ഒരു അധികാരം ഏറ്റുവാങ്ങുന്നത് സുൽത്താനിൽ നിന്നാണ്. ആൻഡ് സ്റ്റേഡ് ഇൻ ദ ഓഫീസ് ആസ് ലോങ് ആസ് ഹി റിമൈൻഡ് ഇൻ ദ ഗുഡ് ബുക്സ് ഓഫ് ദ കിങ്. അപ്പൊ രാജാവിന്റെ നല്ല എന്താണ്, രാജാവിനൊരു ഇഷ്ടമുള്ളിടത്തോളം കാലം അദ്ദേഹം എന്താണ്, ആ ഒരു പദവി അലങ്കരിക്കും. അനദർ ഇമ്പോർട്ടന്റ് ഓഫീസ് വിച്ച് വാസ് ഓൺലി സെക്കൻഡ് ബട്ട് നോട്ട് സബോർഡിനേറ്റ് ടു ദ സുബേദാർ. അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസും കൂടെ ഉണ്ട്. അതെന്താണ്, നമുക്ക് ഒരു സെക്കൻഡ് ആയിട്ട് എന്താണ് കൺസിഡർ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഗവർണറിന്റെ ഒരു സബോർഡിനേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സുബേദാർ ആണ്. എന്താണ്, നോട്ട് സബോർഡിനേറ്റ് ടു ദ, സോറി, സുബേദാർ എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പം
സുബേദാറിന് ഒരു സബോർഡിനേറ്റ് ആയിട്ടല്ല ഈ പറയുന്ന രണ്ടാമത്തെ ഒഫീഷ്യൽ വരുന്നത്. വാസ് ദാറ്റ് ഓഫ് ദിവാൻ ഹു വാസ് ഇൻ ചാർജ് ഓഫ് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. അത് ആരാണ്? ദിവാനാണ്. അദ്ദേഹത്തിനാണ് എന്തുള്ളത്? ഈ പറയുന്ന റവന്യൂ അഡ്മിനിസ്ട്രേഷന്റെ ചാർജ് ഉണ്ടായിരുന്നത്. ദിവാൻ വാസ് ഓൾസോ അപ്പോയിന്റഡ് ബൈ സുൽത്താൻ. അപ്പൊ ദിവാനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? സുൽത്താൻ തന്നെയാണ്. ഇനി നമുക്ക് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ പ്രൊവിൻസസിന്റെ കീഴിൽ എന്താണുള്ളത്? ഡിസ്ട്രിക്റ്റ് ആണുള്ളത്. അപ്പൊ എന്താണ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ദ സുബ പ്രൊവിൻസ് വാസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു സർക്കാർസ്. അപ്പൊ എന്താണ്? ഈ പറയുന്ന സുബ അല്ലെങ്കിൽ പ്രൊവിൻസിനെ വീണ്ടും സർക്കാർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സർക്കാർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡിസ്ട്രിക്റ്റിനെയാണ് അന്ന് സർക്കാർ എന്ന് പറയുന്നത്. ദ നിയറസ്റ്റ് ഇക്വലന്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് വാസ് സർക്കാർ ഡ്യൂറിങ് ദ മുഗൾ ടൈംസ്. അപ്പൊ എന്താണ്? മുഗൾ ടൈമിലുള്ള ഡിസ്ട്രിക്റ്റിനെയാണ് എന്തെന്ന് വിളിച്ചിരുന്നത്? സർക്കാർ എന്ന് വിളിച്ചിരുന്നത്. ഈച്ച് സർക്കാർ വാസ് ഹെഡഡ് ബൈ ഫൗസ്ദാർ. ഓരോ സർക്കാരിന്റെയും തലവൻ എന്ന് പറയുന്നത് ഫൗസ്ദാർ ആണ്. ഹു വാസ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ്. ഹി വർക്ക്ഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സുബേദാർ. അപ്പൊ സുബേദാറിന്റെ കീഴിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇൻ അഡീഷൻ the Amal Gusar was the revenue official who worked under control of provincial divan and he was assisted by number of subordinates. അപ്പൊ എന്താണ്? അത് കൂടാണ്ട് എന്താണ്? അമൽ ഗുസാർ എന്ന് പറയുന്ന ഒരു ഓഫീസർ കൂടെ ഉണ്ട്. വാസ് ദ റവന്യൂ ഒഫീഷ്യൽ. റവന്യൂ ഒഫീഷ്യൽ ആണ്. ഹു വർക്ക്ഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രൊവിൻഷ്യൽ ദിവാൻ. ഈ പ്രൊവിൻഷ്യൽ ദിവാന്റെ കീഴിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹി വാസ് അസിസ്റ്റഡ് ബൈ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. അദ്ദേഹത്തിന്റെ കീഴിൽ കുറേയധികം സബോർഡിനേറ്റ്സും ഉണ്ട്. The district was further subdivided into parganas and such pargana was headed by ഷിഗ്ദാർ. അപ്പൊ എന്താണ്? ഡിസ്ട്രിക്റ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പർഗനാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പർഗനാസിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ഷിഗ്ദാർ ആണ്. ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആസ് വെൽ ആസ് ക്രിമിനൽ ജസ്റ്റിസ്. നമ്മൾ ഓൾറെഡി എന്താണ് ഈ പറയുന്ന ഗവർണറിന് ഉണ്ടായിരുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷിഗ്ദാറിനും ഉള്ളത്. എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡറും അതോടൊപ്പം തന്നെ എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസും. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? ദ വില്ലേജ് വാസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ലോവസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? വില്ലേജിനെ കണക്കാക്കുന്നത്. ബിലോ ദ പർഗന. അത് വില്ലേജ് എന്ന് പറയുന്നത് പർഗനയ്ക്കും താഴെയാണ്. ഇറ്റ് എൻജോയ്ഡ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഓട്ടോണമി. അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഓട്ടോണമി ഉണ്ടായിരുന്നു. അതായത് സ്വയം ഭരണാവകാശം ഉണ്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് വർ ഡിസൈഡഡ് ബൈ ദ പീപ്പിൾ വിത്തൗട്ട് എനി ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. മിക്ക കേസസിലും എന്താണ്? ഡിസിഷൻ എടുക്കുന്നത് ജനങ്ങളാണ്. അവിടെ ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നില്ല. ഈച്ച് വില്ലേജ് ഹാഡ് ദ കൗൺസിൽ ഓർ പഞ്ചായത്ത്. ഓരോ വില്ലേജിന് എന്തുണ്ട്? ഒരു പഞ്ചായത്ത് ഉണ്ട് അഥവാ ഒരു കൗൺസിൽ ഉണ്ട്. ദ പഞ്ചായത്ത് വാസ് ഹെഡഡ് ബൈ സർപഞ്ച്. ആ പഞ്ചായത്തിനെ ഹെഡ് ചെയ്തിരുന്ന ആരാണ്? സർപഞ്ചാണ്. ഹു ആക്ടഡ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വില്ലേജ് ആൻഡ് ഗവൺമെന്റ്. ഗവൺമെന്റിനും വില്ലേജിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് സർപഞ്ച് നിലനിന്നിരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മുഗൾ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ളത്.